മുഖ്യമന്ത്രിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ PMA സലാമിനെ തള്ളി മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വിമർശനങ്ങളാകാം, വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണെന്നും സാദിഖ് അലി തങ്ങൾ. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവച്ചത് എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ അധിക്ഷേപ പരാമർശം. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആവശ്യമാണ്, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. അത് ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും അതിന്റെ കൃത്യമായ അധിക്ഷേപത്തിലേക്ക് വിമർശനങ്ങൾ പോകാൻ പാടില്ല. എല്ലാവരും അത് സൂക്ഷിക്കേണ്ടതാണ്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. യൂനുസ്, മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം PMA സലാമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ലീഗ് നേതൃത്വം അതിനെ കാണുന്നത്? അമൃത, കഴിഞ്ഞ ദിവസം മലപ്പുറം വാഴക്കാട് വെച്ചുള്ള ഒരു സമ്മേളനത്തിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം മുഖ്യമന്ത്രിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നായിരുന്നു PMA സലാമിന്റെ അധിക്ഷേപ പരാമർശം. ഇതിനിപ്പോൾ പൂർണ്ണമായി തള്ളുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇതിനെ പൂർണ്ണമായി തള്ളി ഇപ്പോൾ രംഗത്തെത്തുന്നു. രാഷ്ട്രീയ വിമർശനങ്ങളാകാം, വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്നും ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. അതോടൊപ്പം ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. പക്ഷെ അത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്കോ പരാമർശങ്ങളിലേക്കോ പോകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്, ഒരു മുന്നറിയിപ്പാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വലിയൊരു ലീഗ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് PMA സലാമിനെ പൂർണ്ണമായി തള്ളി രംഗത്തെത്തുകയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സമയത്ത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിൽ മുൻനിർത്തിയുള്ള പ്രചാരണം നടക്കും. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഗുണകരമാകില്ല. അതുകൊണ്ടുകൂടിയാണ് മുസ്ലിം സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി ഈ വിമർശനങ്ങളെ തള്ളി, ഈ ഒരു പരാമർശത്തെ തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം 12 മണിക്ക് PK കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണും. PK കുഞ്ഞാലിക്കുട്ടിയും ഈ PMA സലാമിനെ തള്ളും എന്നുള്ള ഒരു സൂചനയുണ്ട്. കാരണം തുടർച്ചയായി PMA സലാമിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള അധിക്ഷേപ പരാമർശങ്ങളും വിമർശനങ്ങളും പ്രത്യേകിച്ച് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സമസ്ത പോലുള്ള സംഘടനകളടക്കം ലീഗിനടക്കം ഒരു കത്തടക്കം നൽകിയിരുന്നു PMA സലാമിനെ നിയന്ത്രിക്കണം. PMA സലാം ജിഫ്രി തങ്ങളടക്കം പല രീതിയിൽ വിമർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കും ആ ഒരു അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ PMA സലാം പതിവായി തുടർച്ചയായി ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ള വിലയിരുത്തലിൽ മുസ്ലിം ലീഗിനുണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് ഇപ്പോൾ പരസ്യമായി PMA സലാമിനെ തള്ളുകയാണ്. അമൃത. ശരി യൂനുസ്.